എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? നമുക്ക് ദാനിയേലിന്റെ പാഠത്തിനെ കുറിച്ച് ഒരു മൂന്നാമത്തെ പാഠത്തിലേക്ക് പോയാലോ? 2 പാഠങ്ങൾ നോക്കിയില്ലേ? നമുക്കതുകൊണ്ട് അടുത്ത ഒരു പാഠത്തിലേക്ക് പോകാം. ദാനിയേൽ നേരിട്ട പരീക്ഷകളെ കുറിച്ചാണ്. ടെംപ്റ്റേഷൻസ് ഫേസ്ഡ് ബൈ ഡാനിയേൽ. ഇന്നത്തെ പാഠത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പരീക്ഷ എഴുതുന്നവരാണല്ലോ അല്ലേ? എക്സാം ഇഷ്ടമാണോ? തീർച്ചയായിട്ടും എക്സാം എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ജയിക്കാതെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പരീക്ഷയിൽ ജയിച്ചെങ്കിലേ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പക്ഷെ നമ്മുടെ ആത്മീക ജീവിതത്തിലും ഇതുപോലെ നല്ല പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾ ഒരിക്കലും നമ്മെ തോൽപ്പിക്കാനല്ല. നമ്മൾ എത്രത്തോളം വിശ്വാസത്തിൽ സ്ട്രോങ് ആണ്, നമ്മൾ എത്ര ശക്തന്മാരാണ്, നമ്മുടെ വിശ്വാസം എത്രയുണ്ട് എന്നുള്ള ഒരു പരീക്ഷണമാണ് ആത്മീക ജീവിതത്തിലെ പരീക്ഷകൾ. അത് ദൈവം അനുവദിച്ചിട്ടാണ് അങ്ങനെയുള്ള പരീക്ഷകൾ നമുക്ക് വന്നു ചേരുന്നത്. എന്തായിരുന്നു നമ്മളുടെ ഈ സഹോദരന്മാരുടെ അല്ലെങ്കിൽ ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിൽ വന്ന പരീക്ഷകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പരീക്ഷ അവരുടെ പേരുമാറ്റമായിരുന്നു. ദാനിയേൽ 1:6-7 വാക്യങ്ങളിലാണ് നമുക്ക് ആ ഭാഗം കാണാൻ പറ്റുന്നത്. ആ ഒന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് പേരുമാറ്റുക. പുതിയൊരു രാജ്യത്തിലേക്ക് പോയി ഒരാളുടെ പേരൊക്കെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച അവരുടെ ഐഡന്റിറ്റി തന്നെ മാറുകയാണ്, ആങ്ങളെ മാറുകയാണ്. ഒരു പുതിയ രാജ്യം, ഒരു പുതിയ സംസ്കാരം, ആ ഇതിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നത്തെ പേരുകൾക്കെല്ലാം അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. ദാനിയേൽ എന്ന് പറയുന്ന ആ പേരിന് ഒരർത്ഥമുണ്ടായിരുന്നു. ദൈവം എന്റെ ന്യായാധിപതി എന്നുള്ളതായിരുന്നു. യഹൂദ പേരുകളെല്ലാം തന്നെ എബ്രായ സംസ്കാരവും ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്ന രീതിയിലുള്ള പേരുകളായിരുന്നു. അങ്ങനെയാണ് ദാനിയേലിന് ദൈവം എന്റെ ന്യായാധിപതി എന്നുള്ള പേര് ബാബിലോൺ രാജാവ് കൊണ്ട് ചെന്ന ഉടനെ അങ്ങ് മാറ്റി ബെൽസസർ എന്ന് പേരിട്ടു. ഹനന്യാവ് ദൈവം കൃപയുള്ളവൻ, മീശായേൽ ദൈവത്തെ പോലെ ആരുള്ളൂ, അസര്യാവ് ദൈവം സഹായിക്കുന്നു. നോക്കി, ഈ പേരുകളെല്ലാം മാറ്റിയിട്ടും അവർ പേര് മാറ്റിയപ്പോൾ രംഗം മാറുകയാണ്. ബെൽസസർ ബേൽ എന്നെ സംരക്ഷിക്കുന്നു. ശദ്രക്, ചന്ദ്രദേവന്റെ ആജ്ഞ, അഗു എന്ന് പറയുന്നതിന്റെ ആജ്ഞ, അല്ലെങ്കിൽ അവനാൽ ആകട്ടനായവൻ. മേശക് എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രദേവനെ പോലെ ആരുള്ളൂ. അബേദ്നെഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെബോ എന്റെ ദാസൻ, അല്ലെങ്കിൽ ബാലിന്റെ പുത്രൻ നെബോയുടെ ദാസൻ. ഇങ്ങനെയൊക്കെയാണ് പേരുകൾ മാറ്റിയത്. ഹനന്യാവ്, മീശായേൽ, അസര്യാവ്. ഇവരുടെ പേരുകളും ബാബിലോണിയൻ വിഗ്രഹങ്ങളുടെ പേരായ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന പേരുകളിലേക്ക് മാറ്റിയത് നിങ്ങൾക്കറിയാമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവർ എത്ര പേര് മാറ്റിയിട്ടും പുറമേയുള്ള പേര് അവർ ഗവൺമെന്റിന് മാറ്റാം, അല്ലെങ്കിൽ നാടിന് മാറ്റാം. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ അവർ വ്യത്യാസം വരുത്താൻ അവർ തയ്യാറല്ലായിരുന്നു. അവരുടെ ഉള്ളുകൊണ്ട് അവർ മാറിയില്ല. അത് മാത്രമല്ല, ആ പേരുകൾ കേട്ടെങ്കിലും തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പഴയ പേരുകൾ തന്നെ, അവരുടെ വീട്ടിൽ വിളിച്ച ആ എബ്രായ പേരുകൾ തന്നെ ഉപയോഗിച്ചു. ലോകം നമ്മളെ എങ്ങനെയൊക്കെ വിളിച്ചാലും നമ്മൾ ആരാണ് എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തുവിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആരെന്ത് നമ്മൾ കളിയാക്കി വിളിച്ചാലും നമുക്കറിയണം നാം ആരാണെന്ന്. ഇനി രണ്ടാമത്തെ പരീക്ഷ അവരുടെ ഭക്ഷണക്രമത്തിലുള്ള പരീക്ഷയായിരുന്നു. അതിനെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച നമ്മളൊന്നും പെട്ടെന്ന് ചിന്തിച്ചു പോയി. എങ്കിലും അത് അല്പം കൂടെ നമ്മൾ വിശദമായിട്ടൊന്ന് ചിന്തിക്കുകയാണ് ഈ പാഠത്തിൽ. രാജാവിന്റെ കൊട്ടാരത്തിൽ അവർക്ക് കിട്ടിയത് രാജകീയ ഭോജനമാണ്, അല്ലെങ്കിൽ മുന്തിയ ഇനം ഭക്ഷണമാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ ആഹാരം ദൈവപ്രമാണത്തിന് വിരുദ്ധമായിരുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു ദൈവം എന്ത് ചെയ്യണം, യഹൂദൻ എന്ത് കഴിക്കണം എന്നുള്ള നിയമം കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. കൂടാതെ അത് വിഗ്രഹങ്ങൾ അർപ്പിച്ചതിന് ശേഷം ഇവർക്ക് കൊടുക്കുന്ന ആഹാരമായതുകൊണ്ട് അവർ കഴിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ അവരൊരു ഉറച്ച തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ ആഹാരം കഴിക്കുകയില്ല, അശുദ്ധരാകുകയില്ല. അവർ ബഹളമുണ്ടാക്കിയിട്ടില്ല. വളരെ ബുദ്ധിയോടുകൂടിയാണ് അവർ സംസാരിച്ചത്. നിങ്ങൾ 10 ദിവസം അവിടുത്തെ ഷണ്ണാധിപനോട് പറഞ്ഞതാണ്, ഞങ്ങൾ വെജിറ്റേറിയൻ ആഹാരം തന്നെ നോക്കൂ, വെറും ശാഖപദാർത്ഥം, പരിപ്പ്, പച്ചവെള്ളം എന്നൊക്കെയാണ് ബൈബിളിലെ ഭാഷ, ഞങ്ങൾക്ക് തന്നെ നോക്കൂ. ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പരീക്ഷണത്തിന് തയ്യാറാകാൻ അവരോട് വളരെ ബുദ്ധിപൂർവ്വം പറയുകയാണ്. കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ചവരെക്കാൾ കൂടുതൽ ആരോഗ്യവും തേജസ്സും ഒക്കെ അവർക്കുണ്ടായി. അത് മാത്രമല്ല, ആ കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ച അതേ സമയത്ത് കഴിച്ച 10 പേരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിശക്തിയും ദൈവം 10 മടങ്ങ് ബുദ്ധിശക്തി അവർക്ക് ദൈവം കൊടുത്ത് ദൈവം അനുമാനിച്ചു. അപ്പോൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അവർ പഠിച്ച പാഠങ്ങൾ അവർ കൈവിട്ടില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് ആരാധനയിലുള്ള പരീക്ഷയാണ്. ഇതാണ് ഏറ്റവും വലിയ പരീക്ഷ, ഏറ്റവും വലിയ ടെസ്റ്റ്. ഇതാണ് നെബൂഖദ്നേസർ രാജാവ് അന്നത്തെ ശക്തനായ രാജാവായിരുന്നു.
അദ്ദേഹം ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി, വലിയ സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കി. എല്ലാവരും അതിനെ ആരാധിക്കണമെന്നും വന്ദിക്കണമെന്നും രാജാവ് കൽപ്പിച്ചു. അതനുസരിച്ചില്ലെങ്കിൽ തീച്ചുളയിലെറിയും എന്നൊരു പ്രഖ്യാപനവും നടത്തി. എന്ത് കഷ്ടമാണല്ലേ! ആരുമില്ലാത്ത രാജ്യത്ത് എന്ന് ജനക്ക് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷേ ഇവരുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. ആ 3 ബാലന്മാർ, അവർ 3 വീരന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, അത് ബാബിലോണിയൻ പേരുകളാണ്. അവർ മുട്ടുമടക്കാൻ തയ്യാറായില്ല. രാജാവിന്റെ മുൻപിൽ അവർ പറഞ്ഞ മറുപടി ഇന്നും വലിയൊരു പാഠമാണ്. അത് നമ്മുടെ മനഃപ്പാഠവാക്യം ആയി നമ്മൾ കണക്കാക്കുന്ന ഒരു പാഠമാണിത്. അതാണ് നമ്മുടെ മനഃപ്പാഠവാക്യം. ദാനിയേൽ പ്രവചനം 3:17-18 വാക്യങ്ങളാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും എങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കയില്ല എന്നറിഞ്ഞാലും എന്ന് ഈ ബാലന്മാർ ഉത്തരം പറയുകയാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനാണ്. ഇനി രക്ഷിച്ചില്ലെങ്കിൽ പോലും രാജാവേ, ഞങ്ങൾ ആ പ്രതിമയെ വന്ദിക്കില്ല, നമസ്കരിക്കില്ല. ഇത് കേട്ടപ്പോൾ രാജാവ് ആ ഭടന്മാരോട് പറഞ്ഞു, ആ തീച്ചുളയ്ക്ക് 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ പേടിച്ചു പോകും. ആ തീച്ചുള അവരുടെ മുമ്പിൽ വെച്ച് തീ കൂട്ടുകയാണ്. ആ തീച്ചുള കുറെ കൂടെ 7 മടങ്ങ് കനലിൽ നിന്ന് എരിയുകയാണ്. അവരെവിടത്തേക്ക് വലിച്ചെറിയാൻ രാജാവ് കൽപ്പിക്കുകയാണ്. അവിടേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ വലിയൊരു അത്ഭുതം നടന്നു. അവർ 3 പേരല്ല, 4 പേർ തീച്ചുളയിലൂടെ നടക്കുന്ന രാജാവ് കണ്ടു. എന്നിട്ട് പറയണം, 4മത്തെ ആള് ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ദൈവപുത്രനെ പോലെ ആയിരുന്നു ഒരാൾ നടക്കുന്നത്. ഞങ്ങളെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ തീച്ചുളയുടെ നടുവിലും ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരും. നമ്മളെ ഒരിക്കലും കൈവിട്ടു പോവുകയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവം നമുക്കായി ചെയ്തതിനെ കുറിച്ച് നമ്മൾ തിട്ടമുള്ളവരായിരിക്കണം, ഓർമ്മയുള്ളവരായിരിക്കണം. കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചേക്കാം, പരീക്ഷിച്ചേക്കാം. നമ്മുടെ പേര് മാറ്റാം, ആഹാരം മാറ്റാം. അങ്ങനെയൊക്കെ ഒരു രീതി ആയിരിക്കില്ല ഒരുപക്ഷെ. പകരം നമ്മുടെ സ്വഭാവം, സംസാരം, ഇൻസ്റ്റയിൽ മറ്റും നാം കാണുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതൊക്കെ വന്നേക്കാം. ദാനിയേലിനെ പോലെയും കൂട്ടുകാരെ പോലെയും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജീവിതം, അൺകോംപ്രമൈസിങ് ലൈഫ് നയിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തോറ്റുകൊടുക്കാനുള്ളവരല്ല, ദൈവത്തോടൊപ്പം ജയിക്കാനുള്ളവരാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഈ പ്രായമൊക്കെയാണല്ലോ, ഞാൻ നിങ്ങൾ നേരത്തെ ഓർമ്മിച്ചു. ഒരു ടീനേജർ നിലയിൽ സ്കൂളിലോ കോളേജിലോ നിങ്ങളുടെ വിശ്വാസം ചോദ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായി കാണും. അവിടെ എങ്ങനെ മനോഹരമായി സാക്ഷ്യം നിലനിർത്താൻ വഹിക്കാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് മറുപടി പറയുന്നത്. നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാകാമോ ഒന്നിച്ച്? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.